വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. നൂൽപ്പുഴ സ്വദേശി മാനുവാണ് മരിച്ചത്. അതേസമയം മാനുവിന്റെ ഭാര്യയുടെ ഷോൾ ഇദ്ദേഹത്തിന് മൃതദേഹത്തിന് അടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനുവിന്റെ മൃതദേഹം വിട്ടു നൽകാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്, മാനുവിന്റെ മൃതദേഹം കണ്ടെത്തി, ഭാര്യയെ കാണുവാനില്ല, ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? ഈ ജനവാസ മേഖലയിലേക്കാണോ ആന ഇറങ്ങിയത്? അവിടെ തന്നെ തുടരുകയാണോ ഇപ്പോഴും? ഇനി കളക്ടർ സ്ഥലത്ത് എത്തണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിനോട് അധികൃതർ പ്രതികരിച്ചിട്ടുണ്ടോ? ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് മാനുവിന്റെ ഭാര്യയും ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാനുവിന്റെ ഭാര്യയുടെ ഷാള് ഈ മാനുവിന്റെ മൃതദേഹത്തിന്റെ അരികിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ കാട്ടാന ഈ മാനുവിനെ ആക്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടതാണോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് തന്നെ കാടാണ്. ഈ കാടിനോട് ചേർന്നുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ മാനു ആക്രമിക്കപ്പെട്ട പ്രദേശം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവർ ഓടി ഈ കാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകുമോ, കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന അടക്കം നടക്കുന്നുണ്ട്. പോലീസും അതുപോലെ തന്നെ വനപാലകരും ചേർന്നാണ് ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ഇത്തരത്തിൽ മാനുവിനെ ആന ആക്രമിച്ചത്. ഇത്തരത്തിൽ ഈ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത്. തുടർന്നാണ് ഇന്ന് രാവിലെ നാട്ടുകാർ നടത്തിയ തെരച്ചിൽ മാനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് വനംവകുപ്പ് ജീവനക്കാരൊക്കെ സ്ഥലത്തെത്തി ഇത് ആനയുടെ ആക്രമണമാണെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് ആനയെ ഈ വരുമ്പോൾ ആനയുടെ മുൻപിൽ പെടുകയും ആന തുമ്പിക്കൈയിൽ ചുഴറ്റി എറിഞ്ഞത് മൂലമാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു വയൽപ്രദേശമാണ്. ആ വയൽപ്രദേശത്താണ് മാനുവിന്റെ മൃതദേഹം ഇത്തരത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനാൽ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചന്ദ്രിക എന്നാണ് ഇവരുടെ പേര് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അതായത് മാനുവിന്റെ ഭാര്യയുടെ പേര് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. അത് നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. അത്തരത്തിൽ ഈ ഒരു ഭാര്യയും കണ്ടെത്തുവാനുണ്ട്. തൊട്ടടുത്ത് തന്നെ ഷാൾ കണ്ടെത്തിയ സ്ഥിതിക്ക് ഈ പ്രദേശത്ത് തന്നെ എവിടെയെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ് ഈ വനംവകുപ്പ് അധികൃതരൊക്കെ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ ഈ കാട്ടിലേക്ക് പോകുവാനുള്ള ഒരു സാധ്യത, അതായത് ഈ ആനയെ കണ്ടതുകൊണ്ട് തന്നെ മാനുവിനെ കണ്ടതുകൊണ്ട് ചിലപ്പോൾ ഓടി മറഞ്ഞതാകാം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ തന്നെയും വനംവകുപ്പ് ശക്തമായ ഒരു തെരച്ചിൽ ഈ പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നു, പണം ലഭിക്കുന്നു, നമുക്ക് പറയാം. ഇവർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പണമല്ല വലുത്, തങ്ങൾക്ക് ജീവനാണ് വലുത്. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ കളക്ടർ സ്ഥലത്ത് എത്തണമെന്നും കൃത്യമായി പരിഹാരം നിർദ്ദേശിക്കണം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 സ്ഥലങ്ങൾ, ഒരു വയനാട് ജില്ലയും അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് സംസ്ഥാനവും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ ഈ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. മാനു ഒരു തമിഴ്നാട് സ്വദേശിയാണെന്നുള്ള കൂടി ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ഒരു കടയിൽ പോയി വരുമ്പോൾ ഉണ്ടായ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള തെരച്ചിൽ ഊർജിതമാക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി അവിടേക്ക് എത്തേണ്ടതുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധന ഉൾക്കാട്ടിലേക്കടക്കം നടത്തേണ്ടതുണ്ട്. ഈ ഭാര്യയെ കണ്ടെത്തേണ്ടതുണ്ട്. ഭാര്യയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ, അല്ലെങ്കിൽ ഭാര്യ സേഫ് ആണോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ സ്ഥലത്ത് നടക്കുന്നത്. മൃതദേഹം ഇതുവരെയും വിട്ടുകൊടുക്കുവാൻ നാട്ടുകാർ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. നാട്ടുകാരുടെ പ്രതിഷേധം മൂലം ഇപ്പോൾ വനപാലകർക്ക് ഈ മൃതദേഹം മാറ്റുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നീങ്ങുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല പോലീസ് സേന അടക്കം പ്രദേശത്ത് എത്തിയിട്ടുണ്ടെങ്കിലും നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഇത് തന്നെയാണ്, കൃത്യമായി തന്നെ കളക്ടർ വരണം, കളക്ടർ ഇടപെടണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പഞ്ചാരക്കൊല്ലിയിൽ ഇത്തരത്തിൽ കടുവ ഒരു സ്ത്രീയെ ആക്രമിച്ച് കൊന്നതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ അധിക ദിവസമായിട്ടില്ല, 1 മാസമാകുന്നതേ ഉള്ളൂ. ആ 1 മാസമാകുന്നതിന് മുൻപെയാണ് ഇത്തരത്തിൽ മറ്റൊരു ആക്രമണം ഈ ബത്തേരി ഭാഗത്ത് ഉണ്ടാകുന്നത്. ഇത് മാനന്തവാടിയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആക്രമണം ബത്തേരിയാണ്. ബത്തേരി നൂൽപ്പുഴ എന്ന് പറയും. ആ നൂൽപ്പുഴ
വനപ്രദേശത്താണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഒരു വനവാസി യുവാവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആ ഉന്നതിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ആന ആക്രമിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അധികം വീടുകളൊന്നുമില്ല, ഒരു വനപ്രദേശം, വനത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതാണ്. വലിയ കൂടുതൽ വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എങ്കിലും ഈ വനവാസി ആളുകൾ കൂടുതലായി താമസിക്കുന്ന ആ ഏരിയയാണ് ഈ പ്രദേശം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ കാട്ടാന ഈ പ്രദേശത്ത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടുതലും കൃഷിക്കാരുള്ള സ്ഥലമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വയലുകളിൽ കൃഷി ചെയ്യുക സ്വാഭാവികമാണ്. അത്തരത്തിൽ നിരവധി കൃഷിയിടങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ആ ഒരു സ്ഥലത്തേക്ക് വന്നാണ് ഇപ്പോൾ ആന ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി ഇദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന്, ഈ മാനുവിനെ കാണാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ നാട്ടുകാർ ഒരു പരിശോധന നടത്തുകയായിരുന്നു. ആ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് വനപാലകരെത്തി ഇത് ആനയുടെ ആക്രമണമാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതിനാൽ തന്നെയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണുന്നില്ല എന്നുള്ളത് രാവിലെ മുതൽ പറയപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള അഭ്യൂഹമുണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് ഭാര്യയെ കാണുന്നില്ല എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ അടുത്ത് തന്നെ ആ ഭാര്യയുടെ ഷാൾ കണ്ടെത്തുകയും ചെയ്തു. ഈ ഷാൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പിന്നീട് ഈ ഭാര്യയ്ക്ക് വേണ്ടി ഊർജിതമായിട്ടുള്ള ഒരു പരിശോധന ഈ പ്രദേശത്ത് തുടർന്ന്, അല്ലെങ്കിൽ ഒരു അന്വേഷണം തുടരുന്നത്. വനപ്രദേശം ഉൾപ്പെടെ ഈ ഒരു അന്വേഷണ പരിധിയിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ ഈ പരിശോധനയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ആനയെ കണ്ടപ്പോൾ, ഇത്തരത്തിൽ ആക്രമണം കണ്ടപ്പോൾ ഭയന്നോടിയതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആ വനം വകുപ്പുള്ളത്. എന്നാൽ തന്നെയും ഒരു കുഴപ്പവുമല്ലാതെ സേഫായി ഇരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഏവരും പ്രാർത്ഥിക്കുന്നത്. അവരുടെ ജീവന ആപത്ത് വരരുത് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ അടക്കമുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ തന്നെയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയാണ് വയനാടൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിരന്തരമായി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, പലർക്കും പരിക്കേൽക്കുന്നു, പലരും ജീവച്ഛവമായി ജീവിക്കുന്നു എന്നുള്ളത് അടക്കമുള്ള ഒരു കാര്യങ്ങൾ വലിയ രീതിയിൽ നാട്ടുകാർ ഈ വയനാട്ടുകാരെ ഭീതിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വയനാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും നമ്മൾ പറയും ജാഗ്രതയാണ് വേണ്ടതെന്ന്. എങ്കിൽ തന്നെയും സർക്കാർ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. കൃത്യമായിട്ടുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് വരുമ്പോഴും ഇവിടെ ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറെ വലിയ ഒരു പരാജയം എന്ന് പറയുന്നത്. ഫണ്ടുകൾ നിരവധി ഉണ്ട് എങ്കിൽ തന്നെയും അത് കൃത്യമായി ഒരു വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. ഈ വനപ്രദേശത്തിനടക്കം ഈ കമ്പിവേലികൾ കെട്ടിക്കൊണ്ട് ഈ ആന ഇറങ്ങാതിരിക്കുവാനുള്ള ഫെൻസിംഗ് രീതികളൊക്കെ തീർക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഫെൻസിംഗ്, അതായത് റെയിൽ ഫെൻസിംഗ് അടക്കം ഇവിടെ നടപ്പാക്കണം എന്നുള്ളതടക്കം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതൊന്നും ഇപ്പോഴും നടപ്പായിട്ടില്ല. ഈ പ്രദേശത്തൊന്നും റെയിൽ ഫെൻസിംഗ് ഇല്ല, അല്ലെങ്കിൽ ഫെൻസിംഗ് രീതികൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ആന ഇറങ്ങുന്നത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ഈ കൃഷിസ്ഥലങ്ങളെല്ലാം നിരവധി കൃഷിസ്ഥലങ്ങളാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുന്നത്. ആളപായം ഉണ്ടാകുന്നു, അത്തരത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൂടി വരുമ്പോഴാണ് ഈ രീതിയിൽ വയനാട് ജനതയെ ആശങ്കയിലേക്ക് എത്തിക്കുന്നത്.